ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അല്പനിമിഷം തിരുവചനം ധ്യാനിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം 25 വാക്യം. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതെല്ലാം യേശു എന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾ ആയിരുന്നില്ല. മനുഷ്യപുത്രനിലുണ്ടായിരുന്ന ദൈവത്തെ വെളിപ്പെടുത്തുന്ന ക്രിസ്തു എന്ന ആത്മാവിൻ്റെ ശബ്ദമായിരുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക എന്നത് പ്രഖ്യാപനമല്ല, ക്രിസ്തു എന്ന ആത്മാവിനെ കൈക്കൊള്ളുക എന്നതാണ്. ആത്മാവ് വചനമാണ്. യോഹന്നാൻ സുവിശേഷം 6 അധ്യായം 63 യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനും ആകുന്നു എന്ന്. വചനം ദൈവത്തിൻ്റെ ശബ്ദമാണ്, ആത്മാവിൻ്റെ വെളിപ്പെടുത്തലാണ്. ആ വചനമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വചനം ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ലോകപ്രകാരം ആരും മരിച്ചവരല്ല, എന്നാൽ വചനപ്രകാരം ആദാമിൻ്റെ ലംഘനത്താൽ നാം എല്ലാവരും മരിച്ചവരാണ്. അങ്ങനെ മരിച്ചവർക്ക് ജീവൻ ലഭിക്കുന്നതാണ് പുനരുത്ഥാനം അഥവാ വീണ്ടും ജനനം. അത് രൂപാന്തരമാണ്. കർത്താവായ യേശു ക്രിസ്തു ആ ആത്മാവ് നമ്മിൽ ലഭിക്കുന്നതിലൂടെ നാം വചനം പഠിക്കുകയും വചനം നമ്മിൽ നിറയുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകും. ലോകപ്രകാരമുള്ള ജീവനല്ല, ആത്മപ്രകാരമുള്ള ജീവൻ. ആ ജീവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതിൻ്റെ അടയാളമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ കടന്നു വരികയും മരിച്ചുപോയ ലാസറിനെ മരിച്ച് 4 ദിവസമായി നാറ്റം വച്ച അവസ്ഥയിൽ നിന്നും ലാസറെ പുറത്തു വാ എന്ന ശബ്ദത്തോടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ലോകപ്രകാരം ഒരു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും അവൻ ജനിക്കയില്ല എന്ന് ഉള്ള സത്യം എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതാണ്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അവരുടെ ബന്ധുമിത്രാദികളോട് സഹോദരങ്ങളോട് ഒക്കെ നാം ആശ്വാസ വാക്കുകൾ പറയാറുണ്ട്. അതിന് വചനങ്ങൾ നാം ഉപയോഗിക്കാറുണ്ട്. അപ്രകാരമുള്ള വചനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും കാണുവാൻ സാധിക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4 അധ്യായത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഇങ്ങനെയുള്ള ആശ്വാസ വചനങ്ങൾ പൂർണ്ണതയില്ലാതെ യഥാർത്ഥമായി സഭ അവതരിപ്പിക്കുമ്പോൾ അതിലടിമപ്പെട്ടു പോകാതെ വചനം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിൽ സ്വതന്ത്രരാകുന്നതാണ് രൂപാന്തരം. എന്നാൽ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ മരണതുല്യമായ അനുഭവങ്ങളാണ് എങ്കിൽ, ദുഃഖത്തിൻ്റെയും നിരാശയുടെയും കഷ്ടതയുടെയും അനുഭവങ്ങളാണെങ്കിൽ, രോഗത്തിൻ്റെ പ്രയാസങ്ങളാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പുനരുത്ഥാനമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മേൽ വരുമ്പോൾ, ക്രിസ്തു എന്ന ആത്മാവ് നമ്മിൽ പ്രവേശിക്കുമ്പോൾ, വചനം നമ്മിൽ നിറയുമ്പോൾ, അത് അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ ഒരു രൂപാന്തരമുണ്ടാകും. മരണത്തിൽ നിന്നും ജീവനിലേക്ക്, ദുഃഖത്തിൽ നിന്നും ആശ്വാസത്തിലേക്ക്, രോഗത്തിൽ നിന്നും സൗഖ്യത്തിലേക്ക്, താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. വചനം നാം ധ്യാനിക്കുകയും അന്വേഷിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുമ്പോൾ, അങ്ങനെ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമുക്ക് രൂപാന്തരമുണ്ടാകും. നമുക്ക് നിത്യമായ സന്തോഷം ലഭിക്കും. വചനം ദൈവമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നാം ദൈവത്തെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരും. ആ പുനരുത്ഥാനമാണ്, ആ ജീവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ആമേൻ.